ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ സാധാരണ പനീർ എന്ന് പറയുമ്പോൾ പനീർ മസാല ആയിരിക്കും ഓർമ്മ വരിക അല്ലേ. ക്രീമൊക്കെ ഒഴിച്ച് കസൂരി മേത്തിക്ക് ഇട്ടിട്ടുള്ള ഒരു രീതിയിലുള്ള പനീർ കറി ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ കറിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഈ ഒരു കറി എന്ന് പറയുന്നത് ചപ്പാത്തിയുടെ ഒപ്പം, അതുപോലെ തന്നെ ദോശ, പൊറോട്ട, അതുപോലെ തന്നെ വൈറ്റ് റൈസ്, ഇതിനൊക്കെ ഒപ്പം കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഓയിലൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഈ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ലേ സവാള, അതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 സ്റ്റെപ്പായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ആയി വരട്ടെ, അതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതേ സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിത് ഈ ഓയിലിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ഇതേപോലെ ബാക്കിയുള്ള സവാളയും ഫ്രൈ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എടുത്തിട്ടുള്ള സവാള എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 12 അല്ലി വെളുത്തുള്ളി, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിത് ഓയിലിൽ നിന്ന് കോരിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ചൂടാറാനായിട്ട് വെക്കുകയാണ്. ചൂടാറിന് ശേഷം നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചൂടാറിയിട്ടുള്ള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ എടുത്തിട്ടുള്ള ചീഞ്ചട്ടിനെയാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1 ഏലക്കായ, 1 കറുവപ്പട്ട, 1 ബേ ലീഫ്, 1 ടീസ്പൂൺ നല്ല ജീരകം. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള ജീരകം എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ തക്കാളിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരണം, ഇതൊന്ന് കുക്കായി വരണം. അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള സവാള വറുത്തതൊക്കെ ഇല്ലേ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, ഇതിനൊപ്പം തന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടി കേട്ടോ. ഇതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പോളം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ടൈമിൽ ഇതിലിട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റല്ലേ എന്ന് നോക്കുക. കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നടു കീറിയിട്ടുള്ള 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പനീർ കറി ഇവിടെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ 2-3 മിനിറ്റ് ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി കിടന്ന് തിളക്കട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടിപ്സ് എന്ന് പറഞ്ഞ പോലെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ മതി. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ കറിയിൽ ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫൈനലി എന്ന് പറഞ്ഞ പോലെ ഇതിലേക്ക് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.